ഒരു മൊബൈൽ വളരെ സങ്കടജനമായ വിടവാങ്ങലാണ് സംഭവിക്കുന്നത്. വിടവാങ്ങൽ എന്ന് വെച്ചാൽ വിട പറയൽ. രോഹിത് രേവതിക്കുട്ടി, അലീന രേവതിക്കുട്ടി, ബബിത രേവതിക്കുട്ടി, കൃഷ്ണമോൾ രേവതിക്കുട്ടി ഇവർ തമ്മിൽ ഇപ്പോൾ നല്ലൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് അവർ ഇത്രയും ദിവസം താമസിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ പോവുകയാണ് എന്നൊരു പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടം താങ്ങാനായിട്ട് കഴിയുന്നില്ല. രേവതിക്കുട്ടി ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. ഒപ്പം അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ തന്നെ പോകണമെന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി, വെറുതെ ആവശ്യമില്ലാതെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അതെന്താണെന്ന് വെച്ചാൽ അങ്കിളിന് എന്തായാലും അധികം നാൾ ഇവരിവിടെ നിൽക്കുന്നതൊന്നും അത് ശരിയല്ല, ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചേച്ചി സമ്മതിച്ചാൽ അവർക്കും വരാനായിട്ട് ആഗ്രഹമില്ല. ചേച്ചി പറഞ്ഞത് കൊണ്ടാണ് അവർ വരുന്നത് എന്ന് പറയുമ്പോൾ അതാണ് മോളെ ശരി. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അവരെ അവിടെ ഏൽപ്പിച്ചിട്ട് ചേച്ചിക്ക് ചേച്ചിയുടെ വഴി പോകാനുള്ളതാണ് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത്താണെങ്കിൽ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രേവതിക്കുട്ടി ഇതിനിടയിൽ ഒരു കുസൃതി ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രോഹിത്ത് വരുന്നത് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. രോഹിത്ത് വന്നിട്ട് രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ നിനക്ക് എപ്പോഴും നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. നിനക്ക് എപ്പോൾ വേണമെങ്കിലും അലീന ചേച്ചി വഴി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ നിന്നെയും ഒരു സഹോദരിയെ പോലെ തന്നെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ സഹോദരിയായിട്ടൊന്നും രോഹിത് തന്നെ കാണണ്ട എന്ന് നമ്മുടെ രേവതിക്കുട്ടി രോഹിത്തിനോട് പറയുന്നു. പിന്നെ ഞാൻ എന്തായിട്ട് കാണണമെന്നാണ് നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി രോഹിത്തിൻ്റെ അടുത്ത് മനസ്സ് പതിയെ തുറക്കാനായിട്ട് പോവുകയാണോ എന്നൊരു തോന്നൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.